ജയിലിൽ ഈ വേതനം വർദ്ധിപ്പിച്ചതിന് എന്തിനാ എതിർക്കുന്നത്? ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നും യാതൊരു ധനസഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല. സർക്കാർ ഞങ്ങളോട് ചിറ്റമനയമാണ് കാണിക്കുന്നത്. ഈ വേതനം വർദ്ധിപ്പിച്ചതിന് എന്തിനാ എതിർക്കുന്നത്? അത് പാവങ്ങളല്ലേ? തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? പാവം. പല സാഹചര്യങ്ങളാൽ കുറ്റവാളികളായിപ്പോയി. തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ. ആ കുറ്റവാളികളെ ശിക്ഷിച്ച് ജയിലിൽ കിടക്കുന്നു. അവർക്ക് വേതനം വർദ്ധിപ്പിച്ചു കൊടുത്തതിന് എന്തിനാ എതിർക്കുന്നത്? കഴിഞ്ഞില്ല ഇനി കൊറേണ്ട്. ചിരിച്ചിരി നമ്മൾ മണ്ണ് തപ്പും. നിന്റെ ഒരു കോമഡിയോട് പറഞ്ഞടാ. അതിനെ എതിർക്കുന്നത് തികച്ചും തെറ്റായിട്ടുള്ള നിലപാടാണ്. അത് പാവങ്ങളല്ലേ? മുതലാളി, ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. എന്താടാ രമണ, നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ആ ജയിലിൽ തന്നെ അത്യാവശ്യം എന്തെങ്കിലും സാധനം, സോപ്പോ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഇതിലിന്റെ ഒരു കൂലി കൊണ്ടാണ് വാങ്ങും. ഇത് എൻ്റെ ഏരിയ ആണ്. എനിക്കിവിടെ വേറെയും കളികളുണ്ട്. തൻ്റെ ഡീല് മാത്രമല്ല എൻ്റെ തലയ്ക്കകത്ത്. താൻ അതൊന്നും മനസ്സിലാക്കി. അത് കാലോചിതമായി പരിഷ്കരിപ്പിക്കുന്നതാണ്. ആ ഒരു നടപടി എന്തിനാ വിമർശിക്കുന്നത്? അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ കളി കിടക്കുക. എന്ത് കാര്യത്തിനാ ഇത്തരം വിമർശനങ്ങൾ വന്നാൽ ഒരു ഗവൺമെന്റ് എന്താ ചെയ്യാ? അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. അതിൻ്റെ അകത്ത് ഇടപെടുകയല്ലേ ചെയ്യാ? എന്തിനാ ഈ ദ്രോഹം ചെയ്യുന്നത്? ഈ കൊടുക്കുന്ന ആനുകൂല്യങ്ങളെ എന്തിനാ എതിർക്കുന്നത്? ഓരോരോ പട്ടിത്തീട്ടങ്ങളെ 10-15 കൊല്ലം കഴിഞ്ഞ് ജയിലിൽ നിന്ന് വരുമ്പോ ആ പൈസയും കൊണ്ട് നാട്ടിലേക്ക് പോകാം. ദുരന്തം പറച്ചിലൊക്കെ നിർത്തിന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഈ വീട്ടിലെ ഏറ്റവും വലിയ ദുരന്തമാണ് ഇവൻ.